സ്ഥാനാർത്ഥിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ തൃശൂർ. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്. നിക്ഷേപങ്ങൾക്ക് കരുതലായി കൂടെയുണ്ട് പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ്. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ് തൃശൂർ, തൃപ്രയാർ. ഹാപ്പി മാരേജിന് ഹാപ്പിയായി സ്വർണ്ണമണിയാം. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനർ ജുവലറി, പള്ളിക്കുളം റോഡ് തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും ജോൺസ് ഹോണ്ട, തൃശൂർ, ആലപ്പുഴ. കൽപ്പക വെഡ്ഡിംഗ്, കുന്നംകുളം. കുന്നംകുളത്തിന്റെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം, ഏറ്റവും കുറഞ്ഞ വിലകളിൽ. കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് ഒല്ലൂർ. ഒല്ലൂരിൽ ജയിക്കുന്ന മുന്നണി സംസ്ഥാനം ഭരിക്കുന്നതാണ് രാഷ്ട്രീയ ചരിത്രം. കഴിഞ്ഞ 2 തവണയായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന മന്ത്രി കെ രാജനെ നേരിടാൻ KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്തിനെയാണ് UDF കളത്തിലിറക്കിയിരിക്കുന്നത്. ബിജോയ് തോമസാണ് NDA സ്ഥാനാർത്ഥി. സ്ഥാനാർത്ഥികളുടെ പ്രചരണ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഒല്ലൂർ നിയോജകമണ്ഡലം NDA സ്ഥാനാർത്ഥി ശ്രീ ബിജോയ് തോമസ് ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ഒല്ലൂരിലെ പൊതുപ്രവർത്തന രംഗത്ത് ദീർഘനാളായി നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. നിരവധി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രചരണ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. എങ്ങനെയാണ് ഈ പ്രചരണ രീതിയൊക്കെ? രാവിലെ എത്ര മണിക്ക് ഇറങ്ങും, എത്ര മണിക്ക് അവസാനിപ്പിക്കും, എങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ? രാവിലെ 7 മണിക്ക് ഇറങ്ങും. വൈകുന്നേരം ഒരു 11-11:30 വരെ നമ്മൾ ഫീൽഡിലുണ്ടാവും. ആളുകളെ കണ്ടുകൊണ്ട് വ്യത്യസ്ത സാഹചര്യത്തിലുള്ള ആളുകളെ അവരവരുടെ സമയത്തിന് നോക്കി കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്നു. ഈ കടുത്ത ചൂടിനെ എങ്ങനെയാണ് അതിജീവിച്ച് മുന്നോട്ട് പോകുന്നത്? കടുത്ത ചൂടിനേക്കാൾ വലിയ ചൂടല്ലേ തെരഞ്ഞെടുപ്പ് ചൂട്. അതിനൊക്കെ അങ്ങ് പരിഹരിക്കും. ഒല്ലൂരിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും ഒക്കെ താങ്കൾ നിരവധി തവണ മത്സരിച്ചിട്ടുണ്ട്. ജനങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകി പോകുന്ന ഒരാളാണ്. ആ ഒരു പ്രതികരണം ആളുകൾക്കിടയിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്നുണ്ട്. ഞാൻ ചെല്ലുന്ന എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ എന്നോട് വളരെ സൗഹാർദ്ദപരമായിട്ട് പരിചയക്കാരാണ് എൻ്റെ വോട്ടർമാർ. അപ്പോൾ നമ്മളൊരു 10 ആളെ കണ്ടു കഴിഞ്ഞാൽ അതിൽ 7 ആളും നമ്മളെ മുൻപരിചയമുള്ള, അല്ലെങ്കിൽ നമ്മളെ പേര് വിളിക്കാവുന്ന, എനിക്ക് അതിലൊരു 5 ആളെയെങ്കിലും അങ്ങോട്ട് പേര് വിളിക്കാവുന്ന തരത്തിൽ വിഷ് ചെയ്ത് പോകാനായിട്ട് കഴിയുന്ന, അവരോട് വോട്ട് അഭ്യർത്ഥിക്കാൻ കഴിയുന്ന ആ പരിചയം എനിക്ക് നല്ല രീതിയിലുണ്ട്. ഇരു മുന്നണികൾക്കും എതിരായിട്ട് എന്താണ് BJPക്ക് ഒരു ബദലായി മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു വികസന അജണ്ട ഒല്ലൂരിനെ സംബന്ധിച്ച്? ഒല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാനുണ്ട്. ഒല്ലൂരിൻ്റെ ഒരു കേന്ദ്ര സർക്കാരിനോടനുബന്ധിച്ച് സഹായത്തോട് കൂടിയിട്ട് ഇവിടെ പരിഹരിക്കേണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ആരോഗ്യ മേഖല. ആരോഗ്യ മേഖലയിൽ ഇപ്പം ഞാനും താങ്കളുടെ വീടും ഈ പാണഞ്ചേരി പഞ്ചായത്തിലാണ്. ഈ പാണഞ്ചേരി പഞ്ചായത്തിലെ പീച്ചി ഡാമിൽ ഒരു 50 വർഷങ്ങൾക്ക് മുമ്പും കിടത്തി ചികിത്സയുള്ള ആശുപത്രി ഉണ്ടായിരുന്നു. ഗൈനക്കോളജി പ്രവർത്തിച്ചിരുന്നു, ആ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിച്ചിരുന്നു. ഇവിടെയുള്ള പല ഒരു 40-50 വയസ്സ് പ്രായമുള്ള ആളുകളെ ചോദിച്ചു കഴിഞ്ഞാൽ, അവരോടെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അവരെ പ്രസവിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീച്ചി ഡാമിലെ ആശുപത്രി, സർക്കാർ ആശുപത്രിയിലാണ്. പക്ഷേ ഇന്ന് ആ ആശുപത്രി ഇല്ല. അതേപോലെ തന്നെ തോട്ടപ്പടിയിൽ കിടത്തി ചികിത്സ ഉണ്ടായിരുന്നു. ഇന്ന് ആ കിടത്തി ചികിത്സ ഉണ്ടോ? ആകെ ഒല്ലൂരിൽ മാത്രമാണ് ഒരു കിടത്തി ചികിത്സാ കേന്ദ്രം ഉള്ളത്. ബാക്കി ഒരു സ്ഥലത്തും ഈ നിയോജക മണ്ഡലത്തിലെ കിടത്തി ചികിത്സാ കേന്ദ്രം ഇല്ല എന്നുള്ളത് വളരെ ഗുരുതരമായൊരു കാര്യമാണ്, വീഴ്ചയാണ്. ഇവിടുത്തെ ആളുകൾക്ക് രോഗം ഇല്ലാണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ അതിനുള്ളൊരു സൗകര്യം ഏർപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. രണ്ടാമതായിട്ട് കുടിവെള്ളത്തിൻ്റെ കാര്യം. പീച്ചി ഡാം നമുക്കുണ്ട്, പക്ഷേ ഡാമിൽ നിന്നുള്ള വെള്ളം പല പഞ്ചായത്തുകൾക്കും, പുത്തൂർ, പാണഞ്ചേരി, നടത്തറ, മാടക്കത്തറ പഞ്ചായത്തുകളിൽ ആ വെള്ളമില്ല. കുടിവെള്ളമായിട്ട് കിട്ടാനായിട്ട് മാർഗ്ഗമില്ല. കോർപ്പറേഷനിലേക്ക് വെള്ളം കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ പഞ്ചായത്തുകളിലെ സാധാരണ ജനങ്ങൾക്കും കുടിവെള്ളം കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ആ കുടിവെള്ളം കിട്ടാനുള്ള അതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊന്നും കാര്യമായിട്ടില്ല. അതേപോലെ തന്നെ ഏറെ പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് വെള്ളപ്പൊക്കമുണ്ടാകും. ഡാമിൽ നിന്ന് ആരംഭിക്കുന്ന മണലിപ്പുഴ. ആ മണലിപ്പുഴ വർഷക്കാലമായി കഴിഞ്ഞാൽ അത് കരകവിഞ്ഞൊഴുകി വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് അതുവരെ സമ്പാദിച്ച സമ്പാദ്യവും വീടും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് രാത്രിക്ക് രാമാനം മരത്താക്കരയിലെ സർക്കാർ പള്ളി സ്കൂളിലേക്കും ഇപ്പുറത്ത് പുത്തൂരിലെ സ്കൂളിലേക്കും ഇവിടെ ഈ വഴിയിലുള്ള ഈ പുഴയുടെ തീരത്തുള്ള ക്യാമ്പുകളിലേക്ക് ഓടി രക്ഷപ്പെടേണ്ട സാഹചര്യമാണ് ഉണ്ടാവാറ്. ഈ ഒരു പ്രശ്നം പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ അതിനാകെ ഒരു പരിഹാരമുള്ളൂ. ആ പുഴയുടെ നവീകരണം.
ആ പുഴയുടെ നവീകരണം നടക്കണമെങ്കിൽ എന്ത് വേണം, അതിൻ്റെ ആഴം മണൽ അല്ലെങ്കിൽ എക്കൽ വന്നിട്ടുള്ളത് കോരിക്കളഞ്ഞ് ആ പുഴയുടെ ജലം ഒഴുകാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കണം. ഇത്തരം വിഷയങ്ങളൊക്കെ ജനങ്ങൾക്ക് മുന്നിലുണ്ട്. അതിനെ നേരിടാൻ അല്ലെങ്കിൽ അതിനെ അഭിസംബോധന ചെയ്യാൻ BJPക്ക് എന്താണ് മുന്നോട്ട് വയ്ക്കാനുള്ള ബദലായിട്ടുള്ള മാർഗങ്ങൾ, അതിനെ പരിഹരിക്കാനുള്ള ബദൽ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ബദൽ നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ആരോഗ്യ മേഖലയിൽ BJP ഇവിടെ ജയിച്ച് കയറുകയാണെങ്കിൽ അല്ലെങ്കിൽ MLA ആവാനായിട്ട് സാധിക്കുകയാണെങ്കിൽ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള JP നദ്ദാജിയുമായി സംസാരിച്ചുകൊണ്ട് ഒല്ലൂരിന് ഒരു പദ്ധതി ആവിഷ്കരിച്ച് ഒരു 50 ബെഡുള്ള ഒരു സർക്കാർ ആശുപത്രി കൊണ്ടുവരാനായിട്ടുള്ള പദ്ധതി ആവിഷ്കരിക്കും. അതേപോലെ തന്നെ പുഴയുടെ നവീകരണത്തിനാണെങ്കിലും ഈ സംസ്ഥാന ഗവൺമെൻറ്റിനെ കൊണ്ട് എത്രത്തോളം സാധിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ കേന്ദ്ര പദ്ധതികൾ ഉൾപ്പെടുത്തി അതിനും സൗകര്യപ്രദമായ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം ഉണ്ടാകും. ഒല്ലൂരിൻ്റെ സെൻട്രൽ വികസനം, ആ സെൻട്രൽ വികസനം വളരെ ശാസ്ത്രീയമായിട്ട് എലിവേറ്റഡ് രീതിയിൽ തന്നെ അതിന് ആ വലിയ ഒല്ലൂരിൻ്റെ ഘടനയെ മാറ്റാതെ അത്തരത്തിലുള്ളൊരു പദ്ധതി കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. പിന്നെ KFRI വനഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരുപാട് കാലമായി ഇവിടെ പ്രവർത്തിക്കുന്നു. അതിനെ ഒരു സർവകലാശാലയായിട്ട് ഉയർത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഞാനത് ജയിക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരുമായിട്ട് സംസാരിച്ചുകൊണ്ട് ആ തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ടും ഒക്കെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ ഒല്ലൂർ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു നേട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമ്പോൾ കേരളം പൊതുവെ ഈ 2 തെരഞ്ഞെടുപ്പിലും വ്യത്യസ്ത രീതിയിൽ ചിന്തിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒല്ലൂരിലെ ജനങ്ങൾ താമരയിൽ വോട്ട് ചെയ്യാനായിട്ട് മടിയില്ലാത്ത ആളുകളാണെന്ന് വളരെ വ്യക്തമായിട്ട് തെളിയിച്ചതാണ്. അതുകൊണ്ടാണ് 59,997 വോട്ട് താമര ചിഹ്നത്തിലാണ് ചെയ്തത്, അല്ലാതെ വേറൊരു ചിഹ്നത്തിലൊന്നുമല്ല. അത് വലിയ മുന്നേറ്റമാണ്. ജനങ്ങൾ വികസനം ആഗ്രഹിക്കുന്നു. BJPക്ക് വികസനം കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നുള്ള ഒരു ഉറപ്പ് ജനങ്ങൾക്കുണ്ട് എന്നുള്ള വിശ്വാസമുണ്ട് എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ അതേ വിജയം ആവർത്തിക്കുമെന്നുള്ളൊരു തർക്കമില്ല. ഓക്കെ, അപ്പോൾ എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു. ഒല്ലൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി ശ്രീ ഷാജി കോടങ്കണ്ടത്താണ് നമ്മോടൊപ്പം ചേരുന്നത്. പ്രചരണത്തിൻ്റെ തിരക്കിലാണ് അദ്ദേഹമുള്ളത്. ആ പ്രചരണ രംഗത്തെ വിശേഷങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുകയാണ്. ദീർഘകാലം മുമ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ്, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥിയായപ്പോഴുള്ള ഈ ഇലക്ഷൻ്റെ ഒരു പ്രചരണ രീതികൾ? അല്ല, ഒല്ലൂര് ഞാൻ കഴിഞ്ഞ 15 വർഷക്കാലമായി ഒരുപാട് കാര്യങ്ങളിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ആളാണ്. ഇപ്പോൾ മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയ്ക്ക് വേണ്ടി 8 വർഷം നമുക്ക് കേസ് നടത്തി. അശാസ്ത്രീയ നിർമ്മാണം തൊട്ടുള്ള വിഷയങ്ങൾ, അതുപോലെ പട്ടലമുഴി കോടതി പാലം, പീച്ചിയിലെ KFR ഭൂഗർഭ കേബിള്, മണലിപ്പുഴത്തെ ചെക്ക് ഡാം, പിന്നെ ഈ ഷൂട്ടിംഗ് റേഞ്ച്, അതുപോലെ നിരവധി വിഷയങ്ങളിൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒല്ലൂർ നമ്മുടെ കഴിഞ്ഞ 5 വർഷക്കാലമായി ഞാൻ സ്ഥിരമായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പുതുമുഖമല്ല. ഈ നാടിന് എൻ്റെ വികസനത്തിന് വേണ്ടി നിയമ പോരാട്ടം നടത്തിയൊരു എളിയ പ്രവർത്തനമാണ്. അതുകൊണ്ട് എനിക്ക് ജനങ്ങളുടെ ഇടയിൽ വലിയ ഒരു അഭിപ്രായമുണ്ട്. അതാണ് എൻ്റെ കോൺഫിഡൻസ്. കഴിഞ്ഞ 10 വർഷമായിട്ട് മന്ത്രി കെ രാജൻ പ്രതിനിധീകരിക്കുന്ന ഒരു മണ്ഡലമാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ എതിരിടുമ്പോൾ എന്താണ് UDFന് ജനങ്ങൾക്ക് മുമ്പിൽ വയ്ക്കാനുള്ളൊരു വികസന അജണ്ട? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഒന്ന്, 10 വർഷമായിട്ട് ഇവിടെ പാഴായ 10 വർഷമാണ്. അതെന്താ വെച്ചാൽ ഇവിടെ ഒരു വികസനം നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഒല്ലൂർ എന്ന് പറയുമ്പോൾ പണ്ട് ഈ പാക്കിംഗ് കേസിൻ്റെയും ഓട്ട് കമ്പനിയുടെയൊക്കെ വ്യവസായ സ്ഥാപനങ്ങളായിരുന്നു. അതൊക്കെ കാലത്തിൻ്റെ വിസ്മൃതിയിൽ പോയി. ഇപ്പോൾ പുതിയ തലമുറ അഭ്യസ്തവിദ്യരാണ്. അവർക്ക് ജോലി ചെയ്യാൻ ഒരു IT പാർക്കോ IT ഹബോ ഒന്നുമില്ല. ദേശീയപാത കിടക്കുന്നു, നെടുമ്പാശ്ശേരി കോയമ്പത്തൂർ എയർപോർട്ടിന് ഇടയിൽ കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഏറ്റവും IT ഹബിനും IT പാർക്കിനൊക്കെ പറ്റിയ സ്ഥലമാണ്. സ്വകാര്യ വ്യക്തികൾ പോലും IT പാർക്ക് തുടങ്ങാൻ വേണ്ടി മുടക്കിയുള്ള ആൾക്കാരാണ്. പിന്നെയുള്ളത് ഒരു ബനാന ഹണി പാർക്കാണ് 5 വർഷം മുമ്പ് ചെയ്തത്. ആ ബനാന ഹണി പാർക്ക് 35 കോടി രൂപ ചിലവാക്കിയിട്ട് ആ ഉപകരണങ്ങൾ നശിച്ചുപോയി, കെട്ടിടം നശിച്ചുപോയി, ഒരു പാക്കറ്റ് ചിപ്സ് പോലും ഉണ്ടാക്കാൻ പറ്റിയില്ല. പിന്നെ പീച്ചിയിലെ ഒരു ഫിഷറീസിൻ്റെ ഒരു ഇത് കൊണ്ടുവന്നു, ഹാച്ചറി കൊണ്ടുവന്നു. അത് നശിച്ചു പോയി, 5 കോടി രൂപ നശിപ്പിച്ച്. അത് കൊതുവിൻ്റെ കൂത്താടികൾ വളർന്ന സ്ഥലം. പിന്നെ നമുക്ക് പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്. 5 വർഷം കൊണ്ടാണ് ഉമ്മൻചാണ്ടി ഇത് വിഭാവനം ചെയ്തത്, ജോൺ കോനെ കൊണ്ട് ഡിസൈൻ ചെയ്തത്. ഇപ്പോൾ 12 വർഷമായി. നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയത്തിന് വേണ്ടി അത് ഉദ്ഘാടനം നടത്തി. പക്ഷേ ഇപ്പോൾ എന്താ അവസ്ഥ? മൃഗങ്ങളില്ല. നിങ്ങൾക്ക് തന്നെ അറിയാലോ, അവിടെ വെച്ചാൽ ഒരു മൃഗമില്ല അതിൻ്റെ ഉള്ളിൽ. 460 മൃഗങ്ങളെ മാറ്റാണ്ട്. ഇപ്പോൾ തമിഴനും ആന്ധ്രക്കാരനും കന്നഡക്കാരനും ഈ പരസ്യം കണ്ടാണ് ബസ് വിളിച്ച് വരുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയത്. ഇവിടെ വന്ന് അവൻ 70 രൂപ ടിക്കറ്റ് എടുത്ത് അകത്ത് പോയിട്ട് തിരിച്ചു വന്ന് ചീത്ത വിളിക്കുക. അപ്പോൾ ഫുൾ ട്രോളുകളാണ്. അപ്പോൾ അത് മാറണം. നമുക്കൊരു വികസനത്തിൻ്റെ കാഴ്ചപ്പാട് വേണം. അതുപോലെ തന്നെ പീച്ചി ഡാമിൻ്റെ അവസ്ഥ, ചുള്ളിക്കാവ് ചിറ, ഒരപ്പൻകെട്ട്, അപ്പോൾ ഓലക്കയം വെള്ളച്ചാട്ടം, പുത്തൂർ കായൽ, ഇതൊന്നും വികസനം ഉണ്ടായിട്ടില്ല.
ഇതൊന്നും വികസനം ഉണ്ടായില്ല. പിന്നെ വന്യമൃഗശല്യം, രൂക്ഷമായ വന്യമൃഗശല്യമാണ്. അവിടെ ഒരു തൂക്ക് ഫെൻസ് അടക്കമുള്ള ശാസ്ത്രീയ മാർഗ്ഗങ്ങൾ ചെയ്തിട്ടില്ല. ഈ ഭാഗത്തുള്ള ആളുകളൊക്കെ ഈ കുതിരാൻ തുരങ്കം വന്നതോടുകൂടി ഈ ഭാഗത്തുള്ളവരൊക്കെ വന്യമൃഗശല്യത്തിൻ്റെ മറ്റേ ഇരകളാണ്. നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല. പിന്നെ പട്ടയം ഒരു പട്ടയം 2 പട്ടയം കൊടുത്തിട്ട് PR ഏജൻസിനെ വെച്ച് കെട്ടിപ്പിടിച്ചിട്ട് പരസ്യം കൊടുത്ത കാര്യം 8,000 JVR കഴിഞ്ഞ അപേക്ഷകർ എടുക്കുന്നുണ്ട്, 10,000 JVR കഴിയാത്തവർ എടുക്കുന്നുണ്ട്. പിന്നെ 375 ഹെക്ടർ ഭൂമിക്ക് കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തിട്ടുണ്ട്. സ്റ്റേ പട്ടയുണ്ട്, നടപടിക്രമങ്ങളിൽ ആ ഭാഗത്തിൽ സ്റ്റേ പട്ടയുണ്ട്. പട്ടയ വിഷയം തീർന്നെങ്കിൽ എന്ത് ചെയ്യണം? ഒരു സ്പെഷ്യൽ ഓഫീസർ വയ്ക്കണം. അത് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ശാശ്വതമായി പരിഹരിക്കേണ്ട അതുണ്ടായിട്ടില്ല. അപ്പോൾ ഈ നാടിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന വൈലോപ്പള്ളി കോളേജ് ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ്. ഓരോ നിയോജകമണ്ഡലത്തിൽ കോളേജ് കൊടുത്തപ്പോൾ ഇവിടെ കിട്ടിയ കോളേജ് വാടക കെട്ടിടത്തിലാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വെറും PR വർക്കല്ലാതെ ഒരു വികസനം നമുക്ക് ഇവിടെ കാണിച്ചു തരാൻ പറ്റില്ല. UDF പറയുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ UDF അധികാരത്തിൽ വന്നാൽ ഈ നാട്ടിൽ വലിയ വികസനം ഉണ്ടാവും. നമ്മൾക്ക് ടൂറിസ്റ്റ് കോറിഡോർ ഉണ്ടാവും. ഈ ഭാഗത്തെ എല്ലാ ടൂറിസ്റ്റ് മേഖലയെ സംയോജിച്ച് ടൂറിസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ അജണ്ട എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് കുറേ നഴ്സറികളുണ്ട്. ഒല്ലൂരിനെ കേരളത്തിൻ്റെ നഴ്സറി ഹബ്ബാക്കും. നഴ്സറി ഹബ്ബാക്കി കഴിഞ്ഞാൽ ഈ ചെടികളും പൂക്കളും വാങ്ങാൻ മറ്റു സ്ഥലത്തു നിന്ന് ആൾക്കാർ വരും. അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവും മടക്കരത്തറക്കാരെ വരാം. അപ്പോൾ നഴ്സറി ഹബ്ബാക്കും. പിന്നെ IT പാർക്കുകൾ തുടരും. ഇതിന് അതിന് ഏറ്റവും യോജിച്ച മണ്ണാണ്. 2 സൈഡിൽ എയർപോർട്ട്, ദേശീയപാത. ആൾക്കാർക്ക് ITക്ക് പ്രത്യേകത അങ്ങനെയാണല്ലോ, ഇമ്മീഡിയറ്റ് ആയിട്ട് ഗതാഗതം ചെയ്യാൻ പറ്റണം. അപ്പോൾ IT പാർക്കുകൾ തുടരും. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ അമ്പലങ്ങളും പള്ളികളുള്ള സ്ഥലമാണ്. വ്യത്യസ്ത മതസ്ഥരുടെ ആഘോഷങ്ങളുള്ള സ്ഥലമാണ്. അപ്പോൾ ആ ആഘോഷങ്ങളൊക്കെ ചേർത്തിട്ട് ഒരു ആഘോഷങ്ങളുടെ ഒരു കലണ്ടർ ഉണ്ടാക്കും. ഒല്ലൂരിൻ്റെ ആഘോഷ കലണ്ടർ. പിന്നെ പിൽഗ്രിമേജ് ടൂറിസം. പിന്നെ മലയോര ഹൈവേ. ഈ മലയോര ഹൈവേ ഇപ്പോൾ പറഞ്ഞ ദേശീയപാതയിലൂടെയും പീച്ചി റോഡിലൂടെ കൊണ്ടുവരുന്നത് അത് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിന് ഒരു ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അവരുമായി ആലോചിച്ച് എവിടെയാണ് വികസനം പോരാത്തത്, മലയോര മേഖലയ്ക്ക് വികസനത്തിന് മലയോര ഹൈവേ നമ്മൾ ഇതാക്കും. അങ്ങനെ നമ്മുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ പീച്ചി ഡാമിൽ വികസനം കൊണ്ടുവരും. അങ്ങനെ ടൂറിസം, അതുപോലെ തന്നെ വ്യവസായം, വിദ്യാഭ്യാസം, പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് കായികക്ഷമത വർദ്ധിപ്പിക്കാൻ ഷട്ടിൽ കോർട്ട്, ഫുട്ബോൾ കോർട്ട്, ടർഫ് കോർട്ട് 3 സ്കൂളിൻ്റെ കോർട്ട് പൊളിച്ചിട്ടിട്ട് 6 വർഷം കഴിഞ്ഞു. ഈ ഇലക്ഷന് മുമ്പല്ല ഒരു JCB വെച്ച് നിരത്തി ഉദ്ഘാടനം മാമാങ്കവും പ്രഖ്യാപനങ്ങളും അല്ലാതെ ഒല്ലൂർ ഒന്നും നടന്നിട്ടില്ല. ഒല്ലൂരിനെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒല്ലൂരിൽ ജയിക്കുന്ന മുന്നണി കേരളം ഭരിക്കുന്നതാണ് ഇതുവരെയുള്ള ചരിത്രം. അത് ഇപ്രാവശ്യം ആവർത്തിക്കും. എന്താ സംശയം? ഒല്ലൂർ UDF ജയിക്കും, കേരളം UDF ഭരിക്കും. അപ്പോൾ പിന്നെ പ്രശ്നം കഴിഞ്ഞില്ല. അപ്പോൾ അതിലൊരു സംശയമില്ല. പിന്നെ കോൺഗ്രസിൻ്റെ മണ്ണാണിത്. ഈ UDFൻ്റെ പ്രവർത്തനം നിങ്ങൾ നോക്കൂ. ഇത്രയും ശക്തമായ രീതിയിൽ ഇലക്ഷൻ വർക്ക് ഏതെങ്കിലും കാലത്ത് ഒല്ലൂർ നടന്നിട്ടുണ്ട്? ഇല്ല. ഇതിൽ നിൽക്കുന്നവരൊക്കെ അതിശക്തമായി ദിവസങ്ങളോളം ഇലക്ഷൻ വർക്ക് നടത്താം. UDF ഉണർന്നു, കോൺഗ്രസ് ഉണർന്നു, എല്ലാ ഘടകകക്ഷികളും ഉണർന്നിട്ടുണ്ട്. ഇത് കോൺഗ്രസ് തിരിച്ചു പിടിച്ചിരിക്കും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നടത്തറയായാലും മടക്കത്തറയൊക്കെ LDF ഭരണം നിലനിർത്തിയിട്ടുണ്ട്. ആ രീതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സൂചികൾ എങ്ങനെയാണ് കാണുന്നത്? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സൂചികയാണെങ്കിൽ കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. എന്താ കാരണം വെച്ചാൽ കോർപ്പറേഷനിലെ ഒല്ലൂരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേജർ വാർഡുകൾ കോൺഗ്രസ് പിടിച്ചു. പുത്തൂർ പഞ്ചായത്ത് പിടിച്ചു, പാണഞ്ചേരി പിടിച്ചു, നടത്തറ ചുണ്ടിനും കപ്പിനും ഇടയ്ക്കാൻ പോയിട്ടുള്ള ഒരു സീറ്റിനെ പോയ. മാടക്കത്തറയിൽ ഞങ്ങൾ വോട്ടിംഗ് ഷെയർ കൂട്ടി. ഒരു സീറ്റുണ്ടായി 2 സീറ്റാക്കി ഒരു വോട്ടിംഗ് ഷെയർ കൂട്ടി. മറ്റേ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നോക്കിയാലും ഇവിടുത്തെ ജനകീയ വിഷയങ്ങൾ നോക്കിയാലും കോൺഗ്രസ് ഈ മണ്ഡലം തിരിച്ചു പിടിച്ചിരിക്കും. UDF ഇത് തിരിച്ചു പിടിച്ചിരിക്കും. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഒല്ലൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി ശ്രീ K. രാജൻ നമ്മോടൊപ്പം ചേരുന്നു. അദ്ദേഹം പ്രചരണത്തിൻ്റെ തിരക്കിലാണ്. ഇപ്പോൾ മരോട്ടിച്ചാല മേഖലയിലാണ് നമ്മളുള്ളത്. മലയോര മേഖലയിലൂടെയാണ് സഞ്ചാരം. എന്താണ് ജനങ്ങളുടെ ഒരു പൾസ്? വളരെ ആവേശകരമായിട്ടുള്ള അനുഭവമാണ്. മലയോര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷകരമായ കാര്യം അവരെല്ലാം പട്ടയം കയ്യിൽ കിട്ടി എന്നുള്ളതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. പട്ടയ വിതരണം പൂർത്തിയായിട്ടില്ല. പക്ഷേ കഴിഞ്ഞ UDFൻ്റെ ഗവൺമെൻറ്റുള്ള കാലത്ത് 2011-നും 2016-നും ഇടയിൽ 18 പട്ടയങ്ങൾ മാത്രമാണ് ഈ മണ്ഡലത്തിലാകെ വിതരണം ചെയ്തത്. അതും ഞങ്ങൾ സൂക്ഷ്മമായി നോക്കിയപ്പോൾ ഈ വില്ലേജിൽ ഒരേ ഒരാൾക്കേ പട്ടയം കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ LDF ഗവൺമെൻറ് വന്നതിന് ശേഷം മലയോര മേഖലയിൽ മാത്രം 3000-ലേറെ പട്ടയങ്ങൾ വിതരണം ചെയ്യാനായി. ഇനിയും പട്ടയങ്ങൾ ധാരാളം കൊടുക്കാനുണ്ട്. അത് വനഭൂമി പട്ടയമാകുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അനുവാദം നിർബന്ധമായിട്ടും മേടിച്ചേ മതിയാവും. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുവാദം മേടിക്കാൻ തയ്യാറായ 4500ഓളം അപേക്ഷകൾ ഇപ്പോൾ കേന്ദ്രത്തിലോട്ട് അയച്ചിട്ടുണ്ട്. 30 വർഷക്കാലമായി സംയുക്ത പരിശോധനയും അപേക്ഷ പുതുത് കൊടുക്കാനും പറ്റാത്തിടത്ത് അതിനുള്ള സൗകര്യം ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ തുടർന്ന് അക്കാര്യത്തിൽ വന്നാലേ തങ്ങൾക്ക് പട്ടയം കിട്ടൂ എന്ന് പറയുന്ന ഒരു പൊതുവികാരം ആളുകൾക്കിടയിലുണ്ട്. പിന്നെ
മലയോര മേഖലയാണ് ഇതെങ്കിലും വലിയ വികസനം നടന്നൊരു പഞ്ചായത്താണ് പുത്തൂർ പഞ്ചായത്ത്. ഞാനിപ്പോൾ കഴിഞ്ഞ പോയിന്റിൽ പിന്നെ മാന്നാമംഗലത്ത് വെച്ചിട്ട് ഒരാൾ തമാശയായിട്ട് പറഞ്ഞു, സാറേ ഈ ഗംഭീരമായിട്ടുള്ള റോഡിൻ്റെ ഒറ്റ നടുവിൽ നിന്നിട്ടാണ് ഇന്നലെ ഒരുത്തം പ്രസംഗിക്കുന്നത് ഇവിടെ വികസന മുരടിപ്പാണെന്ന്. അവർ താഴത്തോട്ട് നോക്കുന്നുണ്ടാവില്ല എന്നോട് പറഞ്ഞു. ആളുകൾക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം. അപ്പം അതുകൊണ്ട് ഒരു വികസനത്തിൻ്റെ പൊതുരാഷ്ട്രീയം, മതനിരപേക്ഷതയുടെ പൊതുരാഷ്ട്രീയം, പട്ടയങ്ങളുടെ ലഭ്യത, സുവോളജിക്കൽ പാർക്ക് ഉൾപ്പെടെ ഒരുപക്ഷെ ലോകം ശ്രദ്ധിക്കുന്ന ഒട്ടേറെ നേട്ടങ്ങളുടെ ഭാഗമായി നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾ വലിയ പിന്തുണയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശരി. ഈ സംസ്ഥാന സർക്കാരിൽ പങ്കാളിയായിരുന്ന ഒരാൾ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു ഭരണവിരുദ്ധ വികാരത്തെ അതിനെ എങ്ങനെയാണ് കാണുന്നത്? കേരളത്തിൽ അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം എന്നൊന്ന് ഇല്ല എന്ന് തന്നെ വളരെ കൃത്യമായി ബോധ്യപ്പെട്ടതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും പഞ്ചായത്തുകളിൽ, അതും വാർഡുകളിൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ മേലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴും തൃശ്ശൂർ ജില്ല വലിയ മുന്നേറ്റം LDF തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ജില്ലയാണ്. ആ വിധത്തിലൊരു ഭരണവിരുദ്ധ വികാരം പറയാനൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ ഒല്ലൂർ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ആദ്യമായി ഏറ്റവും വലിയ വികസന പ്രവർത്തനത്തിനുള്ള പണം തന്നൊരു ഗവൺമെൻറ്റാണ് LDF ഗവൺമെൻറ്. അതുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങളെ ഞങ്ങൾ കാണുന്നത്. ഒല്ലൂരിൽ ജയിക്കുന്ന മുന്നണി കേരളം ഭരിക്കുക എന്നുള്ളതൊക്കെയാണ് കണ്ടുവരുന്നത്. എങ്ങനെയാണ് ആ ഒരു രാഷ്ട്രീയത്തെ നോക്കി? അല്ല, അങ്ങനെ നിമിത്തങ്ങൾ വിശ്വസിക്കുന്ന ആളുകളല്ല ഞങ്ങൾ. 57 മുതലുള്ള ഗവൺമെൻറ്റുകളുടെ മാറിയിട്ടുള്ള ചരിത്രം ഉണ്ടായിട്ടുണ്ട്. ഒല്ലൂർ ഇത്തവണ ഉറപ്പായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. കേരളത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു തരംഗമുണ്ടാവും. അതിന് രണ്ടിനെയും കൂട്ടി യോജിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ രണ്ടും ഒരു യാഥാർത്ഥ്യമാണ്. അത് രണ്ടും സാധ്യമാവുക തന്നെ ചെയ്യും. ഒല്ലൂരിലെ ജനവിധി തീർച്ചയായിട്ടും വലിയ അഭിമാനകരമായിട്ടുള്ളൊരു വസ്തുതയായി തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഉണ്ടാവുക. എന്തായാലും കടുത്ത ചൂടാണ്. ഓരോ ദിവസവും ഇങ്ങനെ ഡിഗ്രി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കടുത്ത ചൂടിനെ അവഗണിച്ച് എങ്ങനെയാണ് പ്രചരണം മുന്നോട്ട് പോകുന്നത്? ഇതൊക്കെ ഒരു ഇച്ഛാശക്തിയാണ്. ആളുകൾക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം ഉള്ളിൽ ഉയർന്നു വരികയാണ്. ജനങ്ങളെ കാണുക, തുടർച്ചയായിട്ട് രംഗപ്രവേശം ഇങ്ങനെ ചെയ്യുക. ഞങ്ങളെല്ലാവരും ഫീൽഡിൽ നിന്ന് സമരം ചെയ്തവരാണ്. അടച്ചിട്ട മുറികൾക്കകത്തല്ല, നല്ല ഫീൽഡിൽ, നല്ല ചുട്ടുപൊള്ളുന്ന ടാറിങ്ങനെ ഉരുകി ചന്തി പിടിക്കുന്ന നല്ല സ്ഥലത്ത് സമരം ചെയ്തും അടികൊണ്ടും ജയിലിൽ പോയും ഈ വെയിലൊക്കെ ഒരു പൂനിലാവായിട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം ഞാൻ പറഞ്ഞത്, സമരനായകന്മാർ പൊതു സമൂഹത്തിൻ്റെ തിളച്ചു പൊള്ളുന്ന യാഥാർത്ഥ്യത്തിലാണ് ഉണ്ടാവുക. അവർക്ക് വിശ്രമത്തിൻ്റെ പ്രശ്നമില്ല, അങ്ങനെ അങ്ങ് പോയിക്കോളൂ. അപ്പോൾ എല്ലാവിധ ആശംസകളും. സ്ഥാനാർത്ഥിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ, തൃശൂർ. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്. നിക്ഷേപങ്ങൾക്ക് കരുതലായി കൂടെയുണ്ട് പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ്. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, തൃപ്രയാർ. ഹാപ്പി മാരേജിന് ഹാപ്പിയായി സ്വർണ്ണമണിയാം. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനർ ജുവലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും ജോൺസ് ഹോണ്ട, തൃശൂർ, ആലപ്പുഴ. കൽപ്പക വെഡ്ഡിംഗ്, കുന്നംകുളം. കുന്നംകുളത്തിന്റെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം ഏറ്റവും കുറഞ്ഞ വിലകളിൽ.